ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എന്നാ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? അത് ഈ സാധനം എന്ത് വന്ന് കണ്ടോ? നല്ല നാടൻ മാങ്ങ പഴുത്തത്. അപ്പം നമ്മൾ കോവിലകം മാമ്പഴ പുളിശ്ശേരിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം വേണ്ടത് കുറച്ച് ബട്ടർ, ബട്ടർ ഇട്ടേ അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ പഴുത്ത മാങ്ങ ഇടുന്നു കേട്ടോ. തൊലി കളഞ്ഞെടുത്ത മാങ്ങ 1 2 3 4 5 6 6 മാങ്ങയുണ്ട് കേട്ടോ. നമ്മൾ ലുലു മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഒന്ന് ആ ബട്ടറിനകത്ത് ഒന്നായി വരുമ്പോഴത്തേനെ നമ്മളെന്നാ വേണം, ബട്ടറിനകത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ ഈ പച്ചമുളക് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നേ. ഇനി നമുക്കതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, 1/2 ഗ്ലാസ് വെള്ളം. ഈ വെള്ളത്തിൽ കിടന്നത് വേകണം. അപ്പോൾ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു പീസ് ഉണ്ടച്ചക്കരയാണ്. നല്ല അഴുക്കില്ലാത്ത ശർക്കരയായതുകൊണ്ട് നമ്മൾ മെൽറ്റാക്കി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ശർക്കര ഇട്ടു. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഈ മാങ്ങയൊന്ന് വെന്ത് കിട്ടണം. ഓക്കെ, അപ്പോൾ അതൊന്ന് വേഗട്ട് കേട്ടോ. അന്നേരം നമ്മുടെ മാമ്പഴത്തിൻ്റെ അവസ്ഥയൊന്ന് നോക്കിയിട്ട് ആ ശർക്കരയ്ക്കകത്ത് നെയ്ക്കകത്തും കിടന്ന് നല്ലതുപോലെ വഴണ്ട് കിടക്കുക കേട്ടോ. ആ മധുരവും ഒക്കെ പിടിച്ച മാങ്ങയെ പിടിച്ചു നല്ലതുപോലെ കണ്ട നെയ്ക്കകത്ത് വഴറ്റിയെടുത്തതുപോലെ കിടക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വേണ്ട അരയ്ക്കാനുള്ള തേങ്ങയാണ്. കുറച്ച് തേങ്ങ, കുറച്ച് മുളക് പൊടി. ഞാൻ 2 പച്ചമുളക് ഇട്ടതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നു. മുളക് പൊടി, പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി. അല്ലാതെ വേറെ ഒന്നും അരയ്ക്കണ്ട കണ്ടോ. ഓക്കെ, എന്നിട്ട് ഇത് അരയ്ക്കുക. വേറെ ഒന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി മാത്രം. എന്നിട്ടിത് അരച്ചെടുക്കുന്നതെന്ന് പറയുന്നത് തൈരിലാണ്. വേണ്ട, നമുക്ക് തൈരിനകത്ത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ സെറ്റായിട്ടിരിക്കുക കേട്ടോ. പാനിക്കകത്ത് നല്ല പോലെ വിളയിച്ച പോലെ കിടക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരച്ച തേങ്ങയും അരയ്ക്കാൻ എടുത്തല്ലോ ആ സംഗതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിന് മെയിനായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് നമ്മളിതിന് കടുക് വറക്കുന്നത് നെയ്ക്കാണ്. നേരെ തേങ്ങ അരച്ച് അരപ്പ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത മെയിനായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കുന്നതാണ്. ഇത് തിളച്ച് കിടക്കുന്നതുണ്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലോ. ഉപ്പ് ആവശ്യത്തിന് വേണ്ട, ആവശ്യത്തിന് ഉപ്പ്. അതിന് ശേഷം അടുത്തത് കടുക് വറക്കുന്നത് പരിപാടിയാണ്. നെയ്യിലാണ് ഇത് കടുക് വറക്കുന്നത് കേട്ടോ. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് സ്വല്പം ഉലുവ, ഒരു നുള്ള ഉലുവ ഇടണേ. ആ നെയ്യിലൊന്നുകൂടെ ഒന്ന് മെൽറ്റാവണേ. ഓക്കെ, അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു. പിന്നെ കടുക്, കുറച്ച് കടുക്, പച്ചമുളക് ഇട്ടു. ഓക്കെ, കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിക്കുന്നേ.
നെയ്ക്കകത്താണ് കടുക് വറുത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്യ് കടുക് വറുത്തും വറ്റൽമുളകും വറുത്തിട്ട് അതിലേക്ക് നമുക്ക് കരിവേപ്പില കുറച്ചിടുക. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കോവിലകം മാമ്പഴ പുളിശ്ശേരി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഞങ്ങൾ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി കൂട്ടി നമുക്ക് ചോറുണ്ടായി. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ചിന് അവിയലുണ്ട്, ചീവക്കിഴങ്ങ് കൂർക്കമെഴുക്ക് വരട്ടി, ബീട്രൂട്ട് പച്ചടി, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പം വേണ്ട മാമ്പഴ പുളിശ്ശേരി. ഞങ്ങൾ നാട്ടിലല്ലെങ്കിലും ഇവിടെ മാമ്പഴമൊക്കെ കൂട്ടി വേണ്ടത് കണ്ടോ. പച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി, പുളിശ്ശേരിയുടെ ആ ചാറും ഇളക്കി. എന്താ ടേസ്റ്റാണെന്നറിയാം. അപ്പം നമുക്ക് മാങ്ങയോടെ ഒന്ന് നോക്കാം. സൂപ്പർ മാമ്പഴ പുളിശ്ശേരിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ. എന്നോ രുചിയാണോ എൻ്റെ പൊന്നപ്പ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് തിന്ന് നോക്കണം നിങ്ങൾ. അടിപൊളി. ആ മാങ്ങാണ്ടി അങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല. ചപ്പി കേട്ടോ. അടിപൊളിയായിരിക്കും. നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ പ്ലേറ്റ് കണ്ടോ.